ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പോ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഡാറ്റയിൽ പോയിട്ട് ഡാറ്റ വാലിഡേഷനിൽ ഇൻപുട്ട് മെസ്സേജ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇൻപുട്ട് മെസ്സേജ് പ്ലീസ് എൻ്റർ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി മന്ത് ദെൻ 4 നമ്പേഴ്സ്. ഓക്കെ, സെറ്റിംഗ്സിൽ നമ്മൾ എന്താ കൊടുത്തത്? ഈ ഇക്വേഷനാ കൊടുത്തത്. ആൻഡ് കൊടുത്തു, ലെങ്ത് കൊടുത്തു, ഈസ് നമ്പർ കൊടുത്തു, വാല്യൂ കൊടുത്തു, റൈറ്റ് കൊടുത്തു, പിന്നെ ലെഫ്റ്റ് കൊടുത്തു. ഇതൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ ഞാൻ അതേപോലെ തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അവിടുന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഓരോന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏറ്റവും അകത്തുള്ള ആദ്യം ടെസ്റ്റ് ചെയ്യാം, എന്നിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഫുൾ എന്താണെന്നുള്ളത്. നമുക്ക് വരേണ്ട എന്താണ്? ഫസ്റ്റ് ക്യാരക്ടർ പ്ലീസ് എൻ്റർ ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി മന്ത്. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ ഒരു ലെറ്റർ ആയിരിക്കണം. റിമൈനിങ് 4 നമ്പേഴ്സ് ആയിരിക്കണം. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതല്ല, ഞാൻ ഈ 5 നമ്പർ കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ തന്നെ എറർ മെസ്സേജ് കണ്ടോ? എറർ മെസ്സേജ് 1 ടെക്സ്റ്റ് ഓൺലി ഇൻ സ്റ്റാർട്ടിങ്, ലാസ്റ്റ് 4 ഷുഡ് ബി നമ്പേഴ്സ്. ഓക്കെ, ഇപ്പൊ നേരെ തിരിച്ചങ്ങോട്ടായി. ഞാൻ ജനുവരിക്ക് വരാൻ ഫെബ്രുവരി കൊടുക്കണം. F 1 2 3 4 അല്ലെങ്കിൽ 1 2 3 6 അല്ലെങ്കിൽ 8. ഓക്കെ, ഫെബ്രുവരിന്റെ ആക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തത് ഒന്നും കൂടി കാണിക്കാം. ഡാറ്റ വാലിഡേഷനില് സെറ്റിംഗ്സില് കസ്റ്റം എന്നുള്ള ഇതിലാണ് നമ്മൾ പോയത്. ഇതിന് മുമ്പുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പഴയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഒന്നും കൂടി നമ്മുടെ വെബ്സൈറ്റ് ഒന്നും കൂടി ഞാൻ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. 1-2 ദിവസം കൊണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താ വെച്ചാൽ സെപ്പറേറ്റ് കാണാൻ പറ്റും വെബ്സൈറ്റിൽ ഇൻഷാല്ലാ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് അതിൽ പോയിട്ട് നിങ്ങൾ ഒരു യൂസറായിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യാം. യൂസറായിട്ട് അതിന് കാശൊന്നുമില്ല, ജസ്റ്റ് യൂസറായിട്ട് ലോഗിൻ ചെയ്യാം. നമ്മൾ പഠിച്ച പാഠങ്ങളൊക്കെ നമുക്ക് അതിന്റെ അകത്ത് നിങ്ങൾക്ക് ഓരോന്ന് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ബേസിക് മുതൽ നമ്മൾ ഇന്നെടുത്ത ക്ലാസ് വരെ എല്ലാം അതിന്റെ അകത്ത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ പ്രാക്ടീസും ചെയ്യാം. ഓരോ ഷീറ്റും എന്ത് ചെയ്യും, ഞാൻ അതിന്റെ അകത്തേക്ക് അറ്റാച്ചും ചെയ്യും നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ. നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല, ഇതാണ് the minutes.in ആണ്. ഓക്കെ, അങ്ങനെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് HTTPS എന്ന് കൊടുത്താട്ടെ. HTTPS സെക്യൂർ ആണ്. സെക്യൂർ സൈറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ, നിങ്ങൾക്ക് നോൺ സെക്യൂർ സൈറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാം. ആക്സെപ്റ്റബിൾ. ഇതില് പിന്നെ ഓൺലൈൻ ട്രെയിനിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എക്സൽ ട്രെയിനിങ് കാണും, മാത്സ് ആൻഡ് സയൻസ് ട്യൂഷൻ കാണും. എക്സൽ ട്രെയിനിങ്ങിലേക്ക് മോർ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ ക്ലാസ്സുകളും ഇവിടെ ഇപ്പോൾ ഉണ്ട്. അയ്യോ സോറി, ബ്രേക്ക് ആയിപ്പോയി. ഇവിടെ നാട്ടിലായതുകൊണ്ട് കുറച്ച് സ്ലോ ആണ്. ഇതുണ്ടോ, ഫസ്റ്റ് ഡേ വിത്ത് മൈക്രോസോഫ്റ്റ് എക്സൽ. ഞാൻ ഇതൊക്കെ പേരൊക്കെ മാറ്റും, കാരണം എന്താ വെച്ചാൽ ഇതിന്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് മനസ്സിലാവില്ലല്ലോ. അതിന്റെ അകത്ത് എന്താ കണ്ടന്റ് എന്നുള്ളതായിരിക്കും മിക്കവാറും ഞാൻ ഇവിടെ എഴുതാം. അവിടെയൊക്കെ ഞാൻ ഈ ആഴ്ച ഞാൻ അതിന്റെ അകത്ത് ഫുള്ള് മാറ്റും ഓരോന്നും. അതുപോലെ ബേസിക് എക്സൽ മലയാളം എന്നുള്ളത് ഞാൻ ഒഴിവാക്കും, കാരണം അത് ഇപ്പൊ നമ്മള് ആരും അതിനകത്തേക്ക് വേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോ ഒരു ഫസ്റ്റ് 6 മാസം ഫ്രീ ആയിട്ട് ഇങ്ങനെ പോട്ടെ എന്ന് കരുതുന്നു. ഓക്കെ, നമ്മൾ എല്ലാവർക്കും ഒരു ബേസിക് ആയിട്ടുള്ള എക്സൽ എല്ലാവർക്കും അറിയാം. ഒരു അഡ്വാൻസ് എക്സൽ ഒക്കെ വരുമ്പോൾ നമുക്ക് ട്രെയിനേഴ്സിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഒരു 6 മാസം നമ്മൾ ചിലപ്പം വീക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ട്വൈസ് എ വീക്ക് ഞാൻ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളോട്. ഇൻഷാല്ലാ ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ വീക്കിലി തന്നെ നമ്മൾ അത് തരുന്നുണ്ടാവും ഇൻഷാല്ലാ. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിന്റെ ഇതുള്ളത്. വെബ്സൈറ്റിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട്. ഞാൻ ലോ സിസ്റ്റം. അപ്പോ നമ്മള് എപ്പോഴാ സ്റ്റാർട്ട് ചെയ്ത്?
ഓക്കെ 1 hour ആയി അല്ലേ? നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ഡിലേ ആയിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഡാറ്റ വാലിഡേഷൻ ആണ്. ഈ ഡാറ്റ വാലിഡേഷൻ ആയിരിക്കും കുറച്ച് ടഫ് ആയിട്ടുണ്ടാവുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ഇക്വേഷൻ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. ഈ ഇക്വേഷൻ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുമില്ല, ഡാറ്റ വാലിഡേഷനിൽ പോവുക, എന്നിട്ട് കസ്റ്റം അതിൽ പോയി കഴിഞ്ഞാൽ ഈ ഫോർമുല നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റും. ഈ ഫോർമുല ഞാൻ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. ഇതാണ് ഫോർമുല. അപ്പോൾ അതൊരു ഫോർമുല ഞാൻ ചെയ്ത് തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ഫോർമുല ആകത്ത് അവിടെ അപ്ലൈ ചെയ്യാം. ഈസിയാണ്, നത്തിങ്, ഒന്നുമില്ല. ഒരു ഈക്വൽസ് ആദ്യം തുടങ്ങണം. തുടങ്ങുമ്പോൾ ഈക്വൽസ് എന്നുള്ള ഒരു സിമ്പിൾ നിങ്ങൾ ഇടണം. എന്നിട്ട് നിങ്ങളുടെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ അതങ്ങ് എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ഡാറ്റ വാലിഡേഷൻ ബൈ ഫോർമുല നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇതിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് ഷാനവാസ്? സംഗതി മനസ്സിലായി. ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അറിയാം. എക്സാക്ട്, കറക്റ്റ്, എക്സാക്ട്. അപ്പൊ നമ്മള് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇക്വേഷനും നമ്മൾ സെപ്പറേറ്റ് പ്രാക്ടീസ് ചെയ്യുക. ഓരോ ഇക്വേഷനും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ പിന്നെ എന്താണ് ഫോർമുല, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയൊരു ഫോർമുല അപ്ലൈ ചെയ്താലും മതി. അവിടെ ഞാനൊരു വലിയ ഫോർമുല അപ്ലൈ ചെയ്തത് എന്താ വെച്ചാൽ അത് എന്തിനും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പിന്നെ ഇൻവോയ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ പൊതുവെ അങ്ങനെ ഉണ്ടാക്കാറ്. ഒന്ന് മന്തിന്റെ ഫസ്റ്റ് ലെറ്റർ ഇടും, പിന്നെ സീരിയൽ നമ്പർ ഇടും. അപ്പോഴാണ് നമ്മൾ പിന്നെ ഡാറ്റ വാലിഡേഷൻ അവിടെ ഉപകാരപ്പെടുന്നത്. അല്ലെങ്കിൽ എന്തിനാന്ന് മനസ്സിലാവില്ല. കാരണം ഇപ്പൊ ഒരു പിന്നെ എന്താണ് ഒരു വർക്ക്ഷോപ്പിന്റെ അല്ലെങ്കിൽ ഒരു കടയുടെ എന്തിന്റെ ആയാലും ഒരു ഇൻവോയ്സിന് നമുക്ക് ഫോർമാറ്റ് ഉണ്ടാവും. ഈ ഫോർമാറ്റിലെല്ലാം നമ്മൾ ഇൻവോയ്സ് അടിക്കുന്ന വെച്ചാൽ സ്വാഭാവികമായിട്ടും എറർ വരണം. അങ്ങനെ എറർ വരുത്തുന്ന രൂപത്തിലായിരിക്കും നിങ്ങൾ നിങ്ങൾ ഒരു എന്താണ് ശരിക്കും പ്രോഗ്രാം ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ നിങ്ങളൊരു ഷോപ്പിന്റെ മുതലാളി ആണെങ്കിൽ നിങ്ങൾ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആള് എറർ ഉണ്ടാക്കാൻ പാടില്ല ഒരിക്കലും. അപ്പൊ അങ്ങനത്തെ എറർ മെസ്സേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ പ്രോഗ്രാമുകളാണ് ഈ ഡാറ്റ വാലിഡേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചതെന്ന് ശരിക്കും ഡാറ്റ വാലിഡേഷൻ ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് മുമ്പത്തെ ഓരോ ക്ലാസ്സുകളും ഡാറ്റ വാലിഡേഷൻ ഉണ്ടായിരുന്നത്. പിന്നെ ഇന്ന് ഞാൻ എക്സ്ട്രാ കുറച്ച് ഇക്വേഷൻസ് എടുത്തു. ആ ഇക്വേഷൻസ് ഈ ഡാറ്റ വാലിഡേഷൻ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇത് ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ 6 മണിയായി. നമുക്ക് 6 മണി മീൻസ് ഇന്ത്യൻ സമയം, സോറി 8:30 അല്ലേ? 8:30 ഇന്ത്യൻ സമയം 8:30, സൗദി സമയം 6 മണി അല്ലേ? അപ്പോ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ്സുകളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഷാനവാസ്, നിങ്ങളൊക്കെ ഒന്ന് എന്താ പറയാ, ജസ്റ്റ് ഒന്ന് വീഡിയോ ഓൺ ആക്കി അറ്റ്ലീസ്റ്റ് പരിചയപ്പെടുകയും ചെയ്യാം. ഓക്കെ, ഒറ്റ സെക്കൻഡ്. ഓക്കെ, നസീർക്ക എവിടെയാണ് നാട്ടില്? ഞാൻ അസ്സലാമു വലൈക്കും അസ്സലാം. ഞാന് കാളികാവിലാണ്. ഞാന് ഇവിടെ വണ്ടൂര് അടുത്ത് ചെള്ളിത്തോടാണ്. ചെള്ളിത്തോട് വണ്ടൂര് അടുത്ത് പറയുമ്പോ വണ്ടൂരിന്ന് തിരുവാലി അറിയില്ലേ? തിരുവാലി അടുത്ത് ചെള്ളിത്തോട്. ഷാനവാസ് ജിദ്ദയിലാണ്. ശരി, ജിദ്ദയിലാണ്. ഞാൻ കരുവാരണ്ടാണ്. ഓക്കെ, ഷാനവാസ് കരുവാരക്കുണ്ടിലാണ്. ഒക്കെ നാട്ടുകാർ തന്നെയാണ്, അടുത്തടുത്താണ്. ഓക്കെ. ജിദ്ദയിൽ എന്ത് ചെയ്യുന്നു? ജിദ്ദയില് ഞാന് ഒരു ഗാർമെന്റ്സിന്റെ അതില് ഇൻവെന്ററി സിസ്റ്റം ഇൻവെന്ററി ഫിസിക്കൽ ഇൻവെന്ററി രൂപത്തിൽ പോകുക. ഞാനിതുവരെ ഉണ്ടായിരുന്നു. നാട്ടിലേക്ക് വന്നത് കഴിഞ്ഞ 20-19
സൗദി തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ചെറിയൊരു വെക്കേഷൻ വന്നാണ്. എവിടെയായിരുന്നു? സൗദിയിൽ എവിടെ? റിയാദിലാണ്. റിയാദില്. അതെ അതെ അതെ. ഇപ്പൊ ഉള്ളത് നാട്ടിലാണ്. ഇപ്പൊ കണ്ടറിയ നാട്ടിലെ നമ്മളെ നാടൻ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. ഷാനവാസ് എന്താ ചെയ്യുന്നത്? നാട്ടിലാണോ അതോ സൗദിയിലാണോ ഉള്ളത്? ഞാന് ജിദ്ദയിലായിരുന്നു. പിന്നെ സനായില് പിന്നെ PSI എന്ന് പറഞ്ഞൊരു സ്റ്റക്കായോ? അല്ല, ഏകദേശം കേട്ടു. ഓക്കെ. BSI എന്നുള്ള കമ്പനിയില് അതില് അക്കൗണ്ടന്റ് ആയിരുന്നു. പിന്നെ ഇപ്പോ നിർത്തി വന്നിട്ട് ഒരു 6 മാസമായി. ഇപ്പൊ നാട്ടിലുള്ളത്? ഇപ്പൊ നാട്ടിലല്ലേ? ഇപ്പൊ കരാറുകൊണ്ടുള്ളത്? ഇപ്പൊ കരാറുണ്ടല്ലേ? അതെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അബ്ദുൽ ബാസിത്ത്. ഒരു സെക്കൻഡ്. ഓക്കെ. നിങ്ങളൊക്കെ നമ്മളെ ഗ്രൂപ്പിലുണ്ടല്ലോ അല്ലേ? നമ്മുടെ ക്ലബിന്റെ 1-ലോ 2-ലോ. വാസിത്താണോ? പറയ്. എന്തൊക്കെ വർത്താനം? നല്ല വർത്താനം. പിന്നെ വാസിത്ത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താള്. പിന്നെ പേര് അതന്നാണ്. നാട്ടില്? സ്ഥലം കോഴിക്കോടാണ്. കക്കോടി. കോഴിക്കോട്. ഇവിടെ റിയാദിലാണ്. ഇവിടെ ഇപ്പൊ ഒരു കമ്പനിയില് ഡോക്യുമെന്റ് കൺട്രോളർ ആയിട്ട് വർക്ക് ചെയ്യാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. വേറൊരു ഭാഗത്ത് കൂടി ഉണ്ടല്ലോ, അതാരാ? അതിന്റെ PC. വെരി ഗുഡ്. ഓക്കെ. ആയിഷ ഓൾറെഡി നമ്മളെ ഇതാണ്, നമ്മളെ വേറെ ഗ്രൂപ്പിൽ നിന്ന് നമ്മളെ കൂടെ ജോയിൻ ചെയ്താണ്. അപ്പൊ ആയിഷനെ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നമ്മളെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? എങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും മെത്തേഡ് മാറ്റേണ്ടതുണ്ടോ? ഞാന് ഇത് ഇപ്പൊ ലാസ്റ്റ് മൊമെന്റിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് അറിയില്ല. എന്തായിരുന്നു പിന്നെ ഇപ്പൊ നിങ്ങളെ പറഞ്ഞ ഈഫും എന്താണ് ആൻഡും നോട്ട് അങ്ങനെയുള്ള ടെക്സ്റ്റ് കമന്റുകൾ അല്ലേ? ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ റെക്കോർഡ് ഇൻഷാല്ലാ ഞാൻ ഗ്രൂപ്പിലിടും. ഫസ്റ്റ് ഗ്രൂപ്പിലിട്ടിട്ട് ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ട് ആഡിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മുടെ പിന്നെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ. അപ്പൊ ആദ്യം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ 1 മണിക്കൂർ കണ്ടു കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ. എന്നാലും നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു.